ഒരു കാലത്ത് ഇന്ത്യൻ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിപണിയിലെ ഒരു പ്രമുഖ പേരായിരുന്ന വീഡിയോകോണിന് ഗണ്യമായ തകർച്ച നേരിട്ടു. ഈ തകർച്ചയ്ക്ക് കാരണമായ വിവിധ ഘടകങ്ങൾ വിശകലനം ചെയ്യുക എന്നതാണ് ഈ വീഡിയോ ലക്ഷ്യമിടുന്നത്. വീഡിയോകോണിന്റെ കഥ ഒരു മുന്നറിയിപ്പാണ്. ഫലപ്രദമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അംബീഷൻ എങ്ങനെ ഗണ്യമായ സാമ്പത്തിക ദുരിതത്തിലേക്ക് നയിക്കുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. കൂടാതെ തുടക്കത്തിൽ വളർച്ചയുടെ അടയാളമായി കാണപ്പെടുന്ന കമ്പനിയുടെ വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾ തുടർന്നുള്ള വെല്ലുവിളികളിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. 1984 ഔറംഗാബാദിൽ നന്ദലാൽ മാധവലാൽ ദൂതാണ് വീഡിയോകോൺ ഗ്രൂപ്പ് സ്ഥാപിച്ചത്. നന്ദലാൽ ദൂത് ആദ്യം ഒരു പഞ്ചസാര മില്ല് നടത്തിയിരുന്നു. കുടുംബത്തിന് ഔറംഗാബാദിൽ ഒരു ബജാജ് ഓട്ടോ ഡീലർഷിപ്പും ഉണ്ടായിരുന്നു. നന്ദലാൽ കരിമ്പിലും പരുത്തി കൃഷിയിലും ഏർപ്പെട്ടിരുന്നു. പിന്നീട് കുടുംബം പേപ്പർ ട്യൂബുകൾ വിൽക്കുന്നതിനായി ആദികം ട്രേഡിംഗ് കമ്പനി സ്ഥാപിച്ചു. അത് പിന്നീട് ഉപഭോക്തൃ ഇലക്ട്രോണിക്സിലേക്ക് കടന്നു. നന്ദലാൽ ദൂത് തന്റെ മക്കളായ വേണുഗോപാൽ, രാജ്കുമാർ, പ്രദീപ് കുമാർ എന്നിവരെ കുടുംബ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ തോഷിബയുമായുള്ള സാങ്കേതിക പങ്കാളിത്തം സ്ഥാപിച്ച ശേഷം വീഡിയോകോണിന്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വേണുഗോപാലായിരുന്നു. ഇളയ സഹോദരൻ രാജ്കുമാർ ശിവസേന ടിക്കറ്റിൽ 2 തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും വ്യവസായ സംഘടനയായ അസോചാമിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. എന്നാൽ ഉൽപാദന പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടുകയും വിദേശ കമ്പനികളെ സ്വന്തമാക്കുകയും ചെയ്ത ഗ്രൂപ്പിന്റെ പ്രധാന സാരഥി വേണുഗോപാലായിരുന്നു. വീഡിയോകോണിന്റെ ആദ്യകാല ഉയർച്ചയിൽ ഒരു പ്രധാന ഘടകം ഇന്ത്യൻ വിപണിയിൽ കളർ ടെലിവിഷനുകൾ അവതരിപ്പിക്കുന്നതിൽ അവർ വഹിച്ച പങ്കായിരുന്നു. കമ്പനിയുടെ വിപണിയിലേക്കുള്ള ആദ്യകാല പ്രവേശനം ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ വലിയൊരു പങ്ക് നേടാൻ സഹായിച്ചു. തുടക്കത്തിൽ വീഡിയോകോൺ ടെലിവിഷനുകളും വാഷിംഗ് മെഷീനുകളും നിർമ്മിക്കുന്നതിലും വിൽക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1990 ആയപ്പോഴേക്കും എയർ കണ്ടീഷണറുകൾ, റെഫ്രിജറേറ്ററുകൾ, ഹോം എന്റർടൈൻമെന്റ് സിസ്റ്റങ്ങൾ തുടങ്ങിയ മറ്റ് ജനപ്രിയ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടുത്താൻ അതിന്റെ ഉൽപ്പന്ന ശ്രേണി വികസിപ്പിച്ചു. 1991 കമ്പനി വീഡിയോകോൺ എന്ന് പുനർനാമകരണം ചെയ്തു. ഈ പേര് ഇന്ത്യയിലെ ഉപഭോക്തൃ ഇലക്ട്രോണിക്സിന്റെ പര്യായമായി മാറി. 1990കളുടെ മധ്യത്തോടെ ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകിച്ച് ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ വിഭാഗങ്ങളിൽ വീഡിയോകോൺ ഒരു പ്രധാന സ്ഥാനം നേടി. കമ്പനി അതിന്റെ പ്രാഥമിക നിർമ്മാണ അടിത്തറ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സ്ഥാപിച്ചു. കാലക്രമേണ വീഡിയോകോൺ ഇന്ത്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വിപുലമായ വിൽപ്പന സേവന ശൃംഖല വികസിപ്പിച്ചെടുത്തു. അതിന്റെ ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ലഭ്യമാണെന്നും ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് ആക്സസ് ചെയ്യാവുന്നതുമാണെന്നും ഉറപ്പാക്കി. ഉൽപാദനശേഷി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി 2005 വീഡിയോകോൺ ഇലക്ട്രോണിക്സ് കെൽവിനേറ്റർ ലിമിറ്റഡിനെ ഏറ്റെടുത്തു. വീഡിയോകോണിന്റെ പ്രാരംഭ വിജയത്തിന് നിരവധി ഘടകങ്ങൾ കാരണമായി. ഇന്ത്യയിൽ ആദ്യമായി കളർ ടിവികൾ വാഗ്ദാനം ചെയ്തുവെന്നത് ഗണ്യമായ നേട്ടം നൽകി. ഉപഭോക്തൃ ഇലക്ട്രോണിക്സുകളുടെയും വീട്ടുപകരണങ്ങളുടെയും വിശാലമായ പോർട്ട്ഫോളിയോ ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റി. കോമ്പറ്റീവ് പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന തന്ത്രം വീഡിയോകോണിന് ഗണ്യമായ വിപണി വിഹിതം നേടാൻ സഹായിച്ചു. കൂടാതെ ഇലക്ട്രോളക്സ്, കെൽവിനേറ്റർ, കെൻസ്റ്റാർ തുടങ്ങിയ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡുകളുടെ ഏറ്റെടുക്കൽ അതിന്റെ വിപണി സ്ഥാനം ശക്തിപ്പെടുത്തി. പ്രാരംഭ വിജയം വീഡിയോകോണിന് വിപുലീകരിക്കാനും ഒരു വലിയ കമ്പനിയായി മാറാനും കളമൊരുക്കി. ഉപഭോക്തൃ ഇലക്ട്രോണിക്സിലെ അതിന്റെ പ്രധാന ബിസിനസ്സിനപ്പുറം മറ്റ് വിവിധ മേഖലകളിലേക്ക് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് വീഡിയോകോൺ പ്രവേശിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു ഒരു പ്രധാന നീക്കം. ഈ മേഖലയിലെ ഒരു പ്രധാന ബ്രാൻഡ് ആകാനുള്ള പ്ലാനിനെ സൂചിപ്പിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ യൂണിഫൈഡ് ടെലികോം ലൈസൻസിനായി കമ്പനി അപേക്ഷിച്ചു. 2009 വീഡിയോകോൺ സ്വന്തമായി മൊബൈൽ ഫോണുകളുടെ ഒരു നിര പുറത്തിറക്കി. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് അതിന്റെ വ്യാപ്തി കൂടുതൽ വികസിപ്പിച്ചു. ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി സെക്കൻഡിൽ വളരെ കുറഞ്ഞ ചെലവിൽ കോളുകൾ വാഗ്ദാനം ചെയ്യുന്നത് പോലുള്ള നൂതന വില നിർണയ തന്ത്രങ്ങൾ പോലും അവർ അവതരിപ്പിച്ചു. കഠിനാധ്വാനം ചെയ്തിട്ടും വീഡിയോകോണിന് ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഇത് അവരെ ബിസിനസ് ഉപേക്ഷിക്കാൻ കാരണമായി. ഈ ശ്രമം അവർക്ക് ധാരാളം പണം നഷ്ടപ്പെടുത്തി. ഏകദേശം 7000 കോടി രൂപ നഷ്ടം കണക്കാക്കി. വീഡിയോകോണിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ മറ്റൊരു പ്രധാന മേഖല എണ്ണ വാതക മേഖലയായിരുന്നു. 1994 മുതൽ കമ്പനി റവ്വ ഓയിൽ ഫീൽഡിൽ ഓഹരി സ്വന്തമാക്കി. ക്യാപിറ്റൽ ഇന്റൻസീവ് വ്യവസായത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണിത്. ബ്രസീൽ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, കിഴക്കൻ തിമോർ തുടങ്ങിയ രാജ്യങ്ങളിലെ എണ്ണ വാതക ബ്ലോക്കുകളിലെ ഓഹരികൾ സ്വന്തമാക്കിക്കൊണ്ട് വീഡിയോകോൺ ഈ മേഖലകളിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ വികസിപ്പിച്ചു. എണ്ണ വാതക പര്യവേഷണത്തിലും ഉൽപാദനത്തിലും ഒരു പ്രധാന ഗ്ലോബൽ പ്ലെയറായി സ്വയം മാറാനുള്ള അഭിലാഷങ്ങൾ കമ്പനിക്കുണ്ടായിരുന്നു. എണ്ണ വാതക പര്യവേഷണത്തിലും ഉൽപാദനത്തിലും ഒരു പ്രധാന ഗ്ലോബൽ പ്ലെയറായി സ്വയം മാറാനുള്ള അഭിലാഷങ്ങൾ കമ്പനിക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും ടെലികോം സംരംഭത്തിന് സമാനമായി വീഡിയോകോണിന് എണ്ണ ബിസിനസ്സിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു.
ഇത് ആത്യന്തികമായി അതിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായി. ടെലികോം, എണ്ണ, വാതക മേഖല എന്നിവയ്ക്ക് പുറമെ വീഡിയോകോൺ മറ്റ് മേഖലകളിലേക്കും കടന്നു. വീഡിയോകോൺ D2H എന്ന പേരിൽ ഒരു ഡയറക്ട് ടു ഹോം ടെലിവിഷൻ സേവനം അവർ സ്ഥാപിച്ചു. വൈദ്യുതി, റീറ്റെയിൽ മേഖലകളിലെ അവസരങ്ങളും കമ്പനി എക്സ്പ്ലോർ ചെയ്തു. ഈ വിശാലമായ വൈവിധ്യവൽക്കരണ തന്ത്രം അഭിലാഷത്തിന്റെ സൂചനയാണെങ്കിലും കമ്പനിയുടെ വിഭവങ്ങളും മാനേജ്മെന്റ് ശ്രദ്ധയും വളരെയധികം വ്യത്യസ്ത വ്യവസായങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കാം. പ്രത്യേകിച്ച് ടെലികോം സംരംഭം വീഡിയോകോണിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ ഒരു ചോർച്ചയായി മാറി. അതേസമയം എണ്ണവാതക മേഖല അതിന്റെ ഇനീഷ്യൽ പ്രോമിസ് ഉണ്ടായിരുന്നിട്ടും ഗണ്യമായ നഷ്ടങ്ങളുടെയും വിവാദങ്ങളുടെയും ഉറവിടമായി മാറി. വർഷങ്ങളായി വീഡിയോകോണിന്റെ കടബാധ്യത ക്രമാനുഗതമായി വർദ്ധിച്ചു. 2007 കമ്പനിയുടെ കടം 6,953 കോടിയായിരുന്നു. പിന്നീട് 2011 ആയപ്പോഴേക്കും ഇത് 27,283 കോടിയായി ഉയർന്നു. 2017 ആയപ്പോഴേക്കും ഈ കണക്ക് 45,000 കോടിയിലധികമായി വളർന്നു. വീഡിയോകോണിന് ഒടുവിൽ പാപ്പരത്ത നടപടികൾ നേരിടേണ്ടി വന്നപ്പോൾ ഗ്രൂപ്പിനെതിരായ മൊത്തം ക്ലെയിമുകൾ 88,000 കോടിയായി. ഈ ദ്രുതഗതിയിലുള്ള കടം കുമിഞ്ഞുകൂടലിന് നിരവധി പ്രധാന ഘടകങ്ങൾ കാരണമാകാം. ടെലികമ്മ്യൂണിക്കേഷൻ, എണ്ണ, വാതകം തുടങ്ങിയ ക്യാപിറ്റൽ ഇന്റൻസീവ് മേഖലകളിലേക്കുള്ള വൈവിധ്യവൽക്കരണത്തിന് ധനസഹായം നൽകുന്നതിനായി വീഡിയോകോൺ നടത്തിയ അഗ്രസീവ് ബോറോവിംഗ് ആണ് ഒരു പ്രധാന കാരണം. നിർഭാഗ്യവശാൽ വർദ്ധിച്ചു വരുന്ന കടം തീർക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടാക്കുന്നതിൽ ഈ പുതിയ സംരംഭങ്ങൾ പരാജയപ്പെട്ടു. ടെലികോം ബിസിനസ്സിൽ ഉണ്ടായ ഗണ്യമായ നഷ്ടങ്ങൾ കടപ്രശ്നം കൂടുതൽ വഷളാക്കി. ഒരു പിക്ചർ ട്യൂബ് നിർമ്മാണ പ്ലാന്റ് നവീകരിക്കുന്നതിനുള്ള നിക്ഷേപങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിപ്പിച്ചു. മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന മത്സരം കാരണം പ്രധാന ഉപഭോക്തൃ ഉൽപ്പന്ന ബിസിനസ് മങ്ങാൻ തുടങ്ങി. ഇത് വരുമാന സ്രോതസ്സുകളെ ബാധിച്ചു. ഈ ദുരിതങ്ങൾക്ക് പുറമെ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിൽ വ്യാജ വായ്പാ ഏറ്റെടുക്കലുകളെ കുറിച്ചുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നു. 2014 2016 ഇടയിൽ അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ കുത്തനെയുള്ള ഇടിവാണ് വീഡിയോകോണിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ സാരമായി ബാധിച്ച ഒരു ബാഹ്യ സാമ്പത്തിക ഘടകം. ഈ മാന്ദ്യം കമ്പനിയുടെ എണ്ണ വാതക ബിസിനസ്സുമായി ബന്ധപ്പെട്ട കടത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. വീഡിയോകോണിന്റെ അഗ്രസീവ് വൈവിധ്യവൽക്കരണ ശ്രമങ്ങളുടെ കാലഘട്ടവുമായി ഈ കടം കുമിഞ്ഞുകൂടലിന്റെ സമയക്രമം അടുത്തുവരുന്നു. ഇത് അതിന്റെ വിപുലീകരണ തന്ത്രവും അതിന്റെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ദുരിതങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഈ വൈവിധ്യമാർന്ന ബിസിനസ്സുകൾക്ക് ലാഭമുണ്ടാക്കാൻ കഴിയാത്തത് പ്രശ്നം കൂടുതൽ വഷളാക്കി. ഇത് കമ്പനിയെ കടം തിരിച്ചടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടിലാക്കി. കൂടാതെ അസംസ്കൃത എണ്ണ വിലയിൽ ഉണ്ടായ ഇടിവ് പോലുള്ള ബാഹ്യ സാമ്പത്തിക സംഭവങ്ങൾ വീഡിയോകോണിന്റെ ഇതിനകം തന്നെ അസ്ഥിരമായ സാമ്പത്തിക സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി. ഇന്ത്യൻ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിപണിയിൽ ആഭ്യന്തര അന്തർദേശീയ ബ്രാൻഡുകളിൽ നിന്നുള്ള മത്സരം വർദ്ധിച്ചു. സാംസങ്, LG തുടങ്ങിയ കൊറിയൻ ഭീമന്മാരുടെ പ്രവേശനവും അതിൽ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും വീഡിയോകോണിന്റെ വിപണി വിഹിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തി. അത് മുമ്പത്തെ ആധിപത്യ സ്ഥാനത്ത് നിന്ന് ക്രമേണ കുറഞ്ഞു. ഈ മാറ്റങ്ങളിലെ ഒരു നിർണായക ഘടകം ഉപഭോക്താക്കളിൽ ശക്തമായ ബ്രാൻഡ് വിശ്വസ്തത വളർത്തിയെടുക്കുന്നതിൽ വീഡിയോകോൺ പരാജയപ്പെട്ടതാണ്. ഇത് മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു മുൻതൂക്കം നേടാൻ അനുവദിച്ചു. വിപണിയിലെ തീവ്രമായ മത്സരം വീഡിയോകോണിന്റെ വിലനിർണ്ണയ തന്ത്രങ്ങളിലും മൊത്തത്തിലുള്ള ലാഭക്ഷമതയിലും ഗണ്യമായ സമ്മർദ്ദം ചെലുത്തി. ഒരു കാലത്ത് വീഡിയോകോണിന്റെ പ്രാഥമിക വരുമാന സ്രോതസ്സായിരുന്ന കൺസ്യൂമർ ഡ്യൂറബിൾസ് ബിസിനസ് ഫലപ്രദമായി മത്സരിക്കാൻ പാടുപെടുന്നതിനാൽ സ്തംഭനാവസ്ഥയിലായി. ഇന്ത്യൻ വിപണിയിൽ വിജയിച്ച വിവിധ തന്ത്രങ്ങൾ മത്സരാർത്ഥികൾ സ്വീകരിച്ചു. അന്താരാഷ്ട്ര ബ്രാൻഡുകൾ പലപ്പോഴും ഉയർന്ന നിലവാരത്തിനും ശക്തമായ ബ്രാൻഡ് ഇമേജിനും പ്രാധാന്യം നൽകി. അഗ്രസീവ് പ്രൈസിംഗ് തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുകയും ഉപഭോക്തൃ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നൂതന ഉൽപ്പന്നങ്ങൾ തുടർച്ചയായി അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഈ എതിരാളികൾക്ക് പലപ്പോഴും സുസ്ഥിരവും വിപുലവുമായ വിതരണ ശൃംഖലകൾ ഉണ്ടായിരുന്നു. ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം എളുപ്പത്തിൽ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കി. 1990കളുടെ മധ്യത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണം ഈ ശക്തമായ ഗ്ലോബൽ പ്ലെയേഴ്സിന്റെ പ്രവേശനത്തിന് സഹായകമായി. ഏറ്റവും വില കുറഞ്ഞ ഓപ്ഷൻ എന്ന കമ്പനിയുടെ ഊന്നൽ ആദ്യമൊക്കെ നന്നായി പ്രവർത്തിച്ചു. പക്ഷേ ഗുണനിലവാരത്തിലൂടെയും ശക്തമായ ബ്രാൻഡ് ഇമേജിലൂടെയും മികച്ച മൂല്യം വാഗ്ദാനം ചെയ്യുന്ന പുതിയ എതിരാളികൾക്കെതിരെ അതിജീവിക്കാൻ സഹായിക്കുന്ന ശക്തമായ ബ്രാൻഡ് വിശ്വസ്തത അത് സൃഷ്ടിച്ചില്ല. വീഡിയോകോൺ മത്സരിക്കാൻ ശ്രമിച്ച ടെലികോം വ്യവസായത്തിൽ മത്സരം കഠിനമായിരുന്നു. പുതിയ സാങ്കേതിക വിദ്യയും മറ്റ് കമ്പനികൾ നിശ്ചയിച്ച കുറഞ്ഞ വിലകളും നിലനിർത്താൻ കമ്പനി പാടുപെടുന്നതിനാൽ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. നിരവധി മാനേജ്മെന്റ് തീരുമാനങ്ങളും നേതൃത്വപരമായ പോരായ്മകളും വീഡിയോകോണിന്റെ തകർച്ചയ്ക്ക് കാരണമായതായി തോന്നുന്നു. പ്രധാന കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വ്യക്തമായ ഒരു തന്ത്രമില്ലാതെ പരസ്പര ബന്ധമില്ലാത്ത നിരവധി മേഖലകളിലേക്ക് അഗ്രസീവായി വൈവിധ്യവൽക്കരിക്കുന്നത് ഒരു ശ്രദ്ധേയമായ ഉദാഹരണമാണ്. ഈ വിശാലമായ വികാസം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മയ്ക്കും സ്ഥാപനത്തിലുടനീളമുള്ള മൊത്തത്തിലുള്ള കാര്യക്ഷമത കുറയുന്നതിനും കാരണമായിരിക്കാം. സങ്ക് കോസ്റ്റ് ഫാലസി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.
കാരണം മുൻകാല നിക്ഷേപങ്ങൾ കൊണ്ട് സാമ്പത്തികമായി ലാഭകരമല്ലാതായിരുന്നപ്പോഴും കമ്പനി ബുദ്ധിമുട്ടുന്ന സംരംഭങ്ങളിൽ നിക്ഷേപം തുടർന്നു. കൂടാതെ വീഡിയോകോണിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് അപര്യാപ്തമാണെന്ന് തോന്നുന്നു. അമിതമായ വായ്പയെടുക്കൽ മൂലം ഇത് ഒരു താങ്ങാനാവാത്ത കടബാധ്യതയിലേക്ക് നയിച്ചു. ബ്രാൻഡ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വീഡിയോകോണിന് ഉപഭോക്താക്കളിൽ ശക്തവും നിലനിൽക്കുന്നതുമായ ബ്രാൻഡ് വിശ്വസ്തത വളർത്തിയെടുക്കാൻ പ്രയാസമായിരുന്നു. ബ്രാൻഡ് പൊസിഷനിങ്ങിൽ കമ്പനിയുടെ പതിവ് മാറ്റങ്ങൾക്ക് സ്ഥിരതയുള്ളതും ആകർഷണീയവുമായ ഒരു സന്ദേശം ഉണ്ടായിരുന്നില്ല. ധാർമ്മിക പ്രശ്നങ്ങളും സാമ്പത്തിക അഴിമതികളിലെ പങ്കാളിത്തവും കമ്പനിയുടെ പ്രശസ്തിയെ സാരമായി ബാധിച്ചു. പ്രൊമോട്ടർ വേണുഗോപാൽ ദൂതും ചന്ദ കൊച്ചാർ ഉൾപ്പെട്ട ICICI ബാങ്കിൽ നിന്നുള്ള വായ്പയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം നെഗറ്റീവ് ശ്രദ്ധ നേടി. കമ്പനിയുടെ വിദേശ എണ്ണ വാതക ആസ്തികളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ കമ്പനിയുടെ പ്രതിച്ഛായയെ കൂടുതൽ മങ്ങിച്ചു. ഒരു അവലോകന ഓഡിറ്റ് കമ്പനിയുടെ അക്കൗണ്ടിംഗ് രീതികളിലെ സാധ്യതയുള്ള പ്രശ്നങ്ങളും സൂചിപ്പിച്ചു. കൂടാതെ ഇൻസൈഡർ ട്രേഡിംഗ് പ്രവർത്തനങ്ങളുടെ ഉദാഹരണങ്ങളുമുണ്ട്. വ്യക്തമായ തന്ത്രപരമായ യുക്തിയില്ലാതെ ബന്ധമില്ലാത്ത നിരവധി മേഖലകളിലേക്ക് വൈവിധ്യവൽക്കരിക്കാനുള്ള തീരുമാനം ഒരു പ്രധാന പിശകായി തോന്നുന്നു. സമന്വയത്തിന്റെ ഈ അഭാവം വിഭവങ്ങളുടെയും വൈദഗ്ധ്യത്തിന്റെയും നേർപ്പിക്കലിന് കാരണമായേക്കാം. വൻതോതിലുള്ള കടബാധ്യതയും പുതിയ ബിസിനസ്സുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്നതിൽ ഉണ്ടായ പരാജയവും മൂലം താങ്ങാനാവാത്ത ഒരു സാമ്പത്തിക സാഹചര്യം സൃഷ്ടിച്ചു. ഒടുവിൽ എത്തിക്കൽ ലാപ്സും അഴിമതികളും പങ്കാളികളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും കമ്പനിയുടെ ദീർഘകാല സാധ്യതകളെ തകർക്കുകയും ചെയ്തു. വീഡിയോകോണിന്റെ വ്യത്യസ്ത ബിസിനസ് യൂണിറ്റുകളുടെ പ്രകടനം ഗണ്യമായി വ്യത്യാസപ്പെട്ടിരുന്നു. ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിഭാഗം തുടക്കത്തിൽ ഗണ്യമായ വിജയവും വിപണി നേതൃത്വവും ആസ്വദിച്ചു. എന്നിരുന്നാലും മത്സരത്തിന്റെ ഉയർച്ചയോടെ ഈ വിഭാഗത്തിന് മാന്ദ്യവും വിപണി വിഹിതത്തിൽ ഇടിവും അനുഭവപ്പെട്ടു. വരുമാനം സ്തംഭിച്ചു, ലാഭക്ഷമത കുറഞ്ഞു, ഒടുവിൽ പിന്നീടുള്ള വർഷങ്ങളിൽ നഷ്ടത്തിലേക്ക് നയിച്ചു. നഷ്ടങ്ങളുടെ ഈ പ്രവണത തുടരുകയാണെന്ന് സമീപകാല സാമ്പത്തിക ഡാറ്റ സൂചിപ്പിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ ബിസിനസ് ഗണ്യമായ നിക്ഷേപങ്ങൾ നടത്തിയിട്ടും ഏകദേശം 7000 കോടി രൂപയുടെ വൻ നഷ്ടം വരുത്തിവെച്ചു. വീഡിയോകോണിന് ഒടുവിൽ ഈ മേഖലയിൽ നിന്ന് പുറത്തു കടക്കേണ്ടി വന്നു. വരുമാന വളർച്ചയുടെ ഒരു ചെറിയ കാലയളവ് ഉണ്ടായിരുന്നെങ്കിലും മൊത്തത്തിലുള്ള പ്രകടനം മോശമായി തുടർന്നു. 2017 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ GSM ബിസിനസ് അടച്ചുപൂട്ടുന്നതിൽ കലാശിച്ചു. പാപ്പരത്ത നടപടികൾ ആരംഭിച്ചതിനാൽ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഒടുവിൽ കമ്പനിയുടെ റേറ്റിംഗ് പിൻവലിച്ചു. എണ്ണാവാതക ബിസിനസ് തുടക്കത്തിൽ കണ്ടെത്തലുകളും വളർച്ചയ്ക്കുള്ള സാധ്യതയും പ്രകടിപ്പിച്ചു. 2016 4ാം പാദത്തിൽ വരുമാനത്തിൽ വർധനവ് പോലും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അതിന്റെ സാധ്യതകളെ കൂടുതൽ മൂടി. ഒടുവിൽ എണ്ണ ബിസിനസ്സിലെ നഷ്ടങ്ങൾ വീഡിയോകോണിന്റെ പാപ്പരത്തത്തിൽ ഒരു പങ്ക് വഹിച്ചു. 2014 കമ്പനി മൊസാംബിക്കിലെ ഗ്യാസ് ഫീൽഡ് വിറ്റു. DTH സേവനമായ വീഡിയോകോൺ D2H അതിന്റെ വരിക്കാരുടെ അടിത്തറയിൽ ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കുകയും അംഗീകാരം നേടുകയും ചെയ്തു. എന്നിരുന്നാലും വിപണിയിൽ കടുത്ത മത്സരം നേരിട്ടു. 2018 വീഡിയോകോൺ D2H ഡിഷ് ടിവിയുമായി ലയിക്കുകയും നാസ്ഡാക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ബിസിനസ് തുടക്കത്തിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും വർദ്ധിച്ചു വരുന്ന മത്സരവും മറ്റ് സംരംഭങ്ങളിൽ നിന്നുള്ള നഷ്ടങ്ങളും കാരണം കമ്പനിയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ആരോഗ്യം നിലനിർത്താൻ അതിന് കഴിഞ്ഞില്ല. ടെലികോം മേഖല വിഭവങ്ങളിൽ ഗണ്യമായ കുറവ് വരുത്തി. എണ്ണ വാതക ബിസിനസ് അതിന്റെ സാധ്യത ഉണ്ടായിരുന്നിട്ടും കടത്തിന്റെയും വിവാദത്തിന്റെയും ഉറവിടമായി മാറി. താരതമ്യേന വിജയകരമായിരുന്ന DTH ബിസിനസ് പോലും ഒടുവിൽ ലയിപ്പിക്കപ്പെട്ടു. ഇത് ഗ്രൂപ്പിന്റെ മറ്റ് ഭാഗങ്ങളിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്വതന്ത്രമായി നികത്താൻ കഴിയില്ലെന്ന് സൂചിപ്പിക്കുന്നു. ബാഹ്യ സാമ്പത്തിക ഘടകങ്ങളും സർക്കാർ നിയന്ത്രണങ്ങളിലെ മാറ്റങ്ങളും വീഡിയോകോണിന്റെ തകർച്ചയിൽ ഒരു പങ്ക് വഹിച്ചു. മൊത്തത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം അതിന്റെ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ബിസിനസിനെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് കമ്പനി തന്നെ സമ്മതിച്ചു. സർക്കാർ നിയന്ത്രണങ്ങൾ കൂടുതൽ പ്രത്യക്ഷവും വ്യക്തവുമായ എഫക്ട് ഉണ്ടാക്കി. പ്രത്യേകിച്ച് 2G സ്പെക്ട്രം വിതരണ കേസിന് ശേഷം വീഡിയോകോണിന്റെ ടെലികോം ലൈസൻസുകൾ റദ്ദാക്കിയത്. ഈ നിയന്ത്രണ നടപടി കമ്പനിയുടെ ടെലികോം പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. ഇത് കാര്യമായ സാമ്പത്തിക തിരിച്ചടികൾക്കും ഒടുവിൽ മേഖലയിൽ നിന്ന് പുറത്തു കടക്കുന്നതിനും കാരണമായി. ഇലക്ട്രോണിക്സ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സർക്കാർ നയങ്ങൾ അവസരങ്ങൾ നൽകിയിരിക്കാമെങ്കിലും വീഡിയോകോണിന്റെ നിലവിലുള്ള സാമ്പത്തിക പരിമിതികൾ അവയിൽ നിന്ന് പൂർണ്ണമായി മുതലെടുക്കുന്നതിൽ നിന്ന് അതിനെ തടഞ്ഞിരിക്കാം. കൂടാതെ ഇൻസൈഡർ ട്രേഡിംഗും സാമ്പത്തിക തട്ടിപ്പും സംബന്ധിച്ച നിയന്ത്രണങ്ങൾ വീഡിയോകോണും അതിന്റെ പ്രധാന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് നയിച്ചു. ഇത് ഒരു നെഗറ്റീവ് ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിച്ചു. നിയന്ത്രണ പ്രശ്നങ്ങൾ കാരണം ടെലികോം ലൈസൻസുകൾ നഷ്ടപ്പെട്ടത് വീഡിയോകോണിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ നേരിട്ടുള്ളതും ദോഷകരവുമായ സ്വാധീനം ചെലുത്തി. സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള റെഗുലേറ്ററി പരിശോധനയും അന്വേഷണങ്ങളും കമ്പനിയുടെ വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കി. ചില ഗ്യാസ് മേഖലകളിലെ ഉടമസ്ഥാവകാശം കമ്പനി വിറ്റഴിക്കുകയും ടെലികോം ബിസിനസ് ഭാരതി എയർടെലിന് വിൽക്കുകയും ചെയ്തു. 2016 എണ്ണ ഗ്യാസ് ആസ്തികൾ വിൽക്കാൻ ഒരു പുതുക്കിയ പദ്ധതി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതിന്റെ വിജയം അനിശ്ചിതത്വത്തിലായിരുന്നു. ഈ ശ്രമങ്ങൾക്കിടയിലും 2015 നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ വീഡിയോകോൺ പാപ്പരത്ത നടപടികളിൽ പ്രവേശിച്ചു. നടപടികൾ സുഗമമാക്കുന്നതിന് ഗ്രൂപ്പിലെ 13 കമ്പനികളുടെ പാപ്പരത്ത പരിഹാര പ്രക്രിയ ഏകീകരിച്ചു.
കടം പുനഃക്രമീകരണ ഓപ്ഷനുകൾ പര്യവേഷണം ചെയ്യുന്നതിനായി വീഡിയോകോൺ അതിന്റെ വായ്പാ ദാതാക്കളുമായി ചർച്ചകളിലും ഏർപ്പെട്ടിരുന്നു. ഒടുവിൽ 2021 വീഡിയോകോൺ ഏറ്റെടുക്കുന്നതിനുള്ള വേദാന്ത ഗ്രൂപ്പിന്റെ ബിഡ് NCLT അംഗീകരിച്ചു. ട്വിൻസ്റ്റാർ ടെക്നോളജീസ് മുമ്പ് ഒരു ഓഫർ നൽകിയിരുന്നു. എന്നാൽ അതിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുകയും ഒടുവിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആസ്തി വിപണിയിലൂടെയും DTH ബിസിനസ് ലയനത്തിലൂടെയും വീഡിയോകോൺ കടം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പാപ്പരത്വത്തിലേക്ക് വഴുതി വീടുന്നത് തടയാൻ ഈ നടപടികൾ പര്യാപ്തമല്ലെന്ന് തെളിഞ്ഞു. ഒന്നിലധികം ബിഡുകളും നിയമപരമായ തടസ്സങ്ങളും അടയാളപ്പെടുത്തിയ ദീർഘവും സങ്കീർണവുമായ പാപ്പരത്വ പ്രക്രിയ കമ്പനി നേരിട്ട ആഴത്തിലുള്ള സാമ്പത്തിക പ്രവർത്തന പ്രശ്നങ്ങളെ അടിവരയിടുന്നു. വീഡിയോകോണിന്റെ പരാജയത്തിന് നിരവധി ഘടകങ്ങളുടെ സംയോജനമാണ് കാരണമെന്ന് പറയാം. ആധുനിക ബിസിനസ് പരിസ്ഥിതിയുടെ സങ്കീർണതകളെ മറികടക്കുന്നതിൽ തന്ത്രപരമായ ശ്രദ്ധ, വിവേകപൂർണമായ സാമ്പത്തിക മാനേജ്മെന്റ്, ധാർമ്മിക പെരുമാറ്റം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി വീഡിയോകോണിന്റെ കഥ പ്രവർത്തിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.